ഇതുപോലെ കട്ട പിടിച്ച മുളകുണ്ടാകും. അതുപോലെ തിരിക്കും നല്ല നീളം. ഇതിന് അട്ടക്കാല് പിടിക്കുന്നുണ്ടോ? ഇത് ഒന്നും കെട്ടിയിട്ടുമില്ല, ഒന്നുമില്ല, വെറുതെ കയറുന്നു. നമ്മുടെ സാധാരണ കൊടിയുടെ വേര് ഇതായിട്ടല്ലേ നിൽക്കുക, പിടിച്ചു നിൽക്കുമല്ലോ ഈ മരത്തേല്. അപ്പം ഇത് നേരെ താഴേക്കാ വരിക, മണ്ണിലോട്ട് തന്നെ ഇറങ്ങി വരുന്നുണ്ട്, മേലേന്ന് മുതല് വരുന്നുണ്ട്. എൻ്റെ പേര് തങ്കച്ചൻ എന്നാണ്. ഇത് നമ്മുടെ സ്ഥലം ചുങ്കക്കുന്നാണ്. കാരിക്കാട്ട് നേഴ്സറി എന്ന് പറയും സ്ഥലം. അതാണ്. പിന്നെ നമ്മൾ ഈ കുരുമുളകിൻ്റെ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയിനായിട്ട്. ഇപ്പം നേരത്തെ ആദ്യം പ്ലാവായിരുന്നു, പിന്നെ അവക്കാഡോ ഉണ്ട്, അത്യാവശ്യം മറ്റു സാധന ചെടികളൊക്കെ ഉണ്ട്. പക്ഷേ മെയിനായിട്ട് നമ്മൾ കുരുമുളകാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഒരു വെറൈറ്റി ഇനമാണ്. ഈ ഇനത്തിൻ്റെ പേര് ഇത് നമ്മുടെ കുട്ടിർ പേപ്പർ നട്ടേക്കുന്നത്. ഇതുണ്ട്, നല്ല വേരുപിടുത്തമുള്ള നല്ല തൈകളൊക്കെയാണ്. തൈ നമുക്ക് ആദ്യം കുഴപ്പമില്ല, ധൈര്യമായിട്ട് ആർക്കും ഈ തണ്ടയെ പിടിച്ചെടുത്ത് ഇതുണ്ട്. ഇതിന് നല്ലൊരു വളർച്ചയുണ്ട്, നല്ല തൈയുണ്ട്. ഇതിപ്പോൾ ആദ്യത്തെ ഇവിടം വരെ കൂമ്പ് മൂത്തി, പിന്നെ രണ്ടാമത് അടുത്ത് കൂമ്പെടുക്കുന്ന ഇത് നല്ല പോസ്റ്റയിലും PVC പൈപ്പിലും എത്ര വേണമെങ്കിൽ നന്നായിട്ട് പിടിച്ച് കയറുന്ന ഒരു തൈയായ ഇനമായത്. എല്ലായിടത്തും നടാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് ചെറിയ കൃഷിക്കാർക്കും ചെയ്യാൻ പറ്റും, വലിയ തോട്ടമായിട്ടും ചെയ്യാൻ പറ്റും, അടുക്കള മുറ്റത്തും എല്ലാം ചെയ്യാൻ പറ്റും. വീട്ടാവശ്യത്തിന് കിട്ടും. ചെറിയ രീതിയിലൊക്കെ അത് തന്നെയല്ല, ഈ വർഷം നട്ടാൽ നമുക്ക് അടുത്ത വർഷം തൊട്ട് തന്നെ ഈ തിരിയിട്ട് കായ്ക്കും. ഇത് 2 വർഷം 3 വർഷം ഒന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും. സാധാരണ കുരുമുളക് ഇനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന്റെ ഇത് കൊട്ടിയൂർ പേപ്പർ എന്നല്ലേ? അതെ. പ്രത്യേകതകൾ എന്താണ്? ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പ്രധാനമായിട്ടും ഇതിന് നല്ല വേരുപിടുത്തമുണ്ട്, നല്ല വളർച്ചയുണ്ട്, നാടൻ വെറൈറ്റിയാണ്. രണ്ടാമത് ഇതിന് എല്ലാ വർഷവും കായ്ക്കും. സാധാരണ കുരുമുളക് അങ്ങനെ എല്ലാ വർഷവും ഒരുപോലെ കായ്ക്കാൻ. ഇതെല്ലാ വർഷവും തന്നെ ശരാശരി മുളകുണ്ട്. പിന്നെ ഇത് നല്ല തിരിക്ക് നീളമുണ്ട്, നന്നായിട്ട് മണിപിടുത്തമുണ്ട്. അതുപോലെ മുളകിന് തൂക്കമുണ്ട്. അതായത് 1 കിലോ പച്ച കുരുമുളക് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു 400 ഗ്രാം ഉണക്ക് കിട്ടും. 40% ഉണക്കമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇന്നിപ്പോൾ മറ്റുള്ള എല്ലാ ഇനത്തെക്കാളും നമുക്ക് ഏറ്റവും മെച്ചമായിട്ടുള്ള കൊടിയാണിത്. രോഗപ്രതിരോധ ശേഷി അതായത് നാടൻ വെറൈറ്റി ആയതുകൊണ്ട് നമുക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ട്, ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട്. എങ്ങനെയാണ് സ്വന്തമായിട്ട് ഈ ഒരു ഇനം വികസിപ്പിച്ചെടുത്ത്? ഇതെന്താണെന്ന് വെച്ചാൽ, സ്വന്തമായിട്ട് ഇത് ഈ ഇതിലേക്ക് ഞാൻ വരാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം റബ്ബർ നേഴ്സറിയുടെ പരിപാടിയായിരുന്നു. 2012-13 കാലഘട്ടങ്ങളിൽ റബ്ബറിൻ്റെ വില ഇടിഞ്ഞിട്ട്, അപ്പോൾ അതുകൊണ്ട് ഈ റബ്ബറേൽ എങ്ങനെ ഇത് മെച്ചപ്പെടുത്തി വളർത്തിയെടുക്കാമെന്നുള്ള തീരുമാനത്തിൽ ഞാൻ പല രീതിയിൽ വളർത്തിയെടുത്തു. അത് വിജയിക്കുകയും ചെയ്തു. ഞാൻ പിന്നെ ഇങ്ങനെ ആക്കി. 65 കോടി ഉണ്ടായിരുന്നു എനിക്ക് ആ കാലങ്ങൾ. 13 തൊട്ട് 18 വരെ എനിക്ക് 65 കോടി ഉണ്ടായിരുന്നു. അതിലെ ഏറ്റവും മെച്ചമുള്ള കൊടിയാണ് ഇതായതുകൊണ്ട് ഞാൻ ഈ ഒറ്റ ഇനത്തെ മാത്രം തിരഞ്ഞെടുത്തിട്ട് ഇപ്പോൾ ഇത് മാത്രം ചെയ്തു. ഇപ്പോൾ ആളുകൾക്ക് ഡിമാൻഡ് ഉണ്ടോ? ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഏകദേശം ആയതെല്ലാം കൊടുക്കുക കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇതായി വരുന്നുണ്ട്. ആയി വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് കൊടുക്കാമെന്നായി. ഇപ്പോൾ ഈ സൈസൊക്കെ നമ്മൾ ഈ ഒരു പരുവം കഴിയാത്തിനുള്ള തയ്യാകും. ഏറ്റവും ഇതിനേക്കാൾ ഇച്ചിരി നീളതാണ് എനിക്കിഷ്ടം. ഈ വലിപ്പമുള്ളതാണ് കൊടുക്കുന്നത്. എങ്ങോട്ടേക്കൊക്കെ സാധാരണ ആളുകൾ? ഇതിപ്പം മെയിനായിട്ട് വയനാട്ടിലേക്കുണ്ട്. അതുപോലെ നമുക്ക് ഇരിട്ടിക്ക് അപ്പുറത്ത്, കോട്ടയം ജില്ല. ഇന്നും രാവിലെ തന്നെ കോട്ടയത്ത് നിന്ന് 2-3 പേര് വിളിച്ചു. അതുപോലെ ഇപ്പം നമ്മൾ വന്നപ്പോഴല്ലേ ഇവിടെ നിന്ന് വിളിച്ചു, പാലക്കാട് എന്ന് വിളിച്ചു. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നുണ്ട്, കർണാടകത്തിൽ നിന്നുണ്ട്. ഡെലിവറി ചെയ്യുന്നതൊക്കെ അപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ ഡെലിവറി ചെയ്യുന്നില്ല. ആൾക്കാർ ഇപ്പോൾ നേരിട്ട് വന്ന് വാങ്ങും. കാരണം വെച്ചാൽ ഡെലിവറി ചെയ്യാനുള്ള സാധനം കമ്മിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഡെലിവറി ഇല്ല. ഇച്ചിരി കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടത്. ഒരു കൊടിയിൽ നിന്ന് എത്ര കിലോഗ്രാം ശരാശരി? അത് ചില സ്ഥലത്തിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ ചില കൊടി നമുക്ക് ശരാശരി ഒരു 5 കിലോ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ 5 വല്ല 8 വല്ല 10 വല്ല കിട്ടും. നമ്മൾ കൂടുതൽ പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ഇത് വേണ്ട, ആവേശം കൂടുതൽ കൊടുക്കണ്ട എന്ന് വിചാരിച്ചാൽ ഏറ്റവും കുറച്ച് പറയുന്നത്. നമ്മളിതിപ്പോൾ അടുക്കള മുറ്റത്തൊക്കെ വളർത്താമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഡ്രമ്മിലൊക്കെ വെച്ച് ഡ്രമ്മിൽ വെച്ച് വളർത്തുമ്പോൾ വേറെ കുറ്റിക്കൊടി ആക്കിയിട്ട് വളർത്താൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഡ്രമ്മിൽ വെച്ച് വേണമെങ്കിൽ മരത്തെ കയറ്റാൻ പറ്റുമെങ്കിൽ അത് ഈ വള്ളിക്കൊടി ആയ ഡ്രമ്മിൽ വെക്കേണ്ട കാര്യമില്ല, കുറ്റിക്കൊടിയാണ് വെക്കേണ്ടത്. അത് വെക്കാം. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് സുഖമായിട്ട് വെക്കാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. അപ്പുറം ഉണ്ട്. പരിചരണ രീതികളും വളപ്രയോഗങ്ങളും? പരിചരണ രീതി ഇത് സാധാരണ നമ്മൾ നാടൻ വെറൈറ്റി ഇത് ആയതുകൊണ്ട് ഇതിന് നമുക്ക് എല്ലുപൊടിയോ ചാണകപ്പൊടിയോ വേപ്പിണ്ണാക്ക് അതുപോലെ ജൈവവളങ്ങളെല്ലാം കൊടുക്കാം.
പിന്നെ മരുന്നടിക്കാം, ഫോളോ മിശ്രിതമൊക്കെ മരുന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ മഴക്കാലത്ത് 2 മരുന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല വളർച്ചയും കിട്ടും, നല്ല കേടുമുണ്ട്, കുറവുണ്ട്. 2 തരത്തിലപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റും, വീട്ടാവശ്യത്തിനായാലും പുറത്ത് വിപണി നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വിപണിയിലേക്കാണ് മെയിനായിട്ട് നമുക്കത് ഉപയോഗിക്കാം. ഇത് ഓക്കെ. ഇത് നമ്മൾ ഈ ഓഫ് സീസണിൽ കായ്ച്ചുകൊണ്ടാണ് ഇത് ഇത്ര നല്ല മണി പിടുത്തമില്ല, ഇല്ലെങ്കിൽ നിറച്ച് മണി പിടിക്കുകയും ചെയ്യും. ഇതുണ്ടാവും, ഇത് കട്ട പിടിച്ചിങ്ങനെ മുളക് ഉണ്ടാകും, ഉണ്ടാവില്ല. ഇത് ഇപ്പോൾ കട്ട പിടിച്ച മുളക് ഉണ്ടാകും. അതുപോലെ തിരിക്കും നല്ല നീളമുണ്ട്. ഇതിപ്പോൾ ഈ നമ്മൾ നേരത്തെ പറിച്ചിട്ട് ഇപ്പോൾ രണ്ടാമതുണ്ടായ കുറ്റിക്കുഴിയാണല്ലോ ഇത്. അപ്പോൾ അങ്ങനെയുള്ള കാപ്പിടുത്തം കുറവേ ഉള്ളൂ. ഇതുണ്ടാകും. ഇതുപോലെ ഇതിൻ്റെ വേറെ സ്വഭാവം ഇതുണ്ട്, ഇത് കട്ട പിടിച്ച മുളക് ഉണ്ടാകും, തിരിക്കും നല്ല നീളമുണ്ട്. ഇപ്പോൾ മുളക് തൂക്കമുണ്ട് ഇതിന്. വർഷത്തിൽ ഏത് മാസങ്ങളാണ് സാധാരണ വിളവെടുപ്പ്? ഇത് ഈ കുറ്റിക്കൊടി അങ്ങനെ സ്ഥിരമായിട്ടില്ല, അത് ഏത് സമയത്തും മറ്റേ ഇതെന്നാന്ന് വെച്ചാൽ മറ്റേ കയറുന്നതിൻ്റെ അതായത് ജൂൺ മാസം ആകുമ്പോൾ തിരിയിടും. ഇത് കുറ്റിക്കൊടിയാണ്. ഇത് കുറ്റിക്കൊടിയാണ്. ജൂൺ മാസം ആകുമ്പോൾ തിരിയിടും. അതൊരു ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴത്തേനും മുളക് പറിക്കാറാവും. വിളവെടുത്ത കുരുമുളക് ഉണക്കിയെടുത്താൽ തൂക്കത്തിൽ എത്രത്തോളം കുറവ് വരും? അതായത് നമ്മൾ 1 കിലോ പച്ച കുരുമുളക് ഇങ്ങനെ പറിച്ച് ഉണങ്ങി കഴിഞ്ഞാൽ ഒരു 400 ഗ്രാം മിച്ചം ഉണക്ക് കിട്ടും. 400 ഗ്രാം കൂട്ടിയാൽ മതി. സാധാരണ കൊടി ഇപ്പോൾ 500 ആണെങ്കിൽ 250-300 കിട്ടത്തുള്ളൂ. പക്ഷേ ഇത് 400 ഗ്രാം ഉണക്ക് കിട്ടും. തരം മരങ്ങളിലൊക്കെയാണ് അത് മുരിക്ക്, മുരിക്ക, ചീമക്കൊന്ന, പയ്യാനി, അതുപോലെ അങ്ങനെയുള്ള എല്ലാ മരത്തിലും വിടാം. ചിലർ ഇത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, തൂണുകൾ എല്ലാം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ഇതിന് ഒരു കാലാവസ്ഥാ വ്യതിയാനമൊന്നും ഇതിന് സംഭവിക്കില്ല. കാരണം കഴിഞ്ഞ വർഷം നമ്മുടെ ഈ നാട്ടിൽ പൊതുവിലെ എല്ലാ കൊടിക്കും തീരെ കാ കുറവായിരുന്നു. പക്ഷേ ഈ ഒരു വെറൈറ്റി ഇനത്തിന് നല്ലതായിട്ട് കായ ഉണ്ടായിരുന്നു. സാധാരണ നമ്മള് കുരുമുളക് കൃഷിനെ ബാധിക്കുന്ന അസുഖങ്ങളുണ്ടല്ലോ, ദ്രുതവാട്ടം, മഞ്ഞളിപ്പ്, അങ്ങനെയുള്ള രോഗങ്ങൾ ഇതിന് കുറവാണ്. പക്ഷേ പിടിക്കാൻ നമുക്ക് പറയാൻ പറ്റും. ചില മണ്ണിലൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ അംശം കൂടുതലുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പിടിക്കാം. പിന്നെ നമുക്ക് പരിധി വരെ ഇതിന് മരുന്ന് തളിച്ച് ഒഴിച്ചുമൊക്കെ ഇത് മാറ്റാൻ പറ്റും. നമുക്കിപ്പോൾ 2 ടൈപ്പ് കുരുമുളകാണോ ഉണ്ടെന്ന് പറഞ്ഞല്ലേ? കുറ്റിയുണ്ട്, പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത കൊടിയുണ്ട്. ഈ ചെളിക്കണ്ടം പോലെയുള്ള നടാനായിട്ട് അതുണ്ട്. പിന്നെ പടർന്നു കയറുന്നത് മരത്തെ കയറുന്നുണ്ട്, അത് കാണാൻ നിൽക്കുന്നില്ല. അതുകൊണ്ട് 3 ടൈപ്പ് ഉണ്ട്. കുറ്റിച്ചെടിയാണ് നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് ഈ ചെറിയ സ്ഥലമുള്ളവർക്കൊക്കെ നമുക്ക് 10 സെന്റ് ഉള്ളവർക്ക് 5 സെന്റ് ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മൊത്തം തീർന്നു. ഇനി അടുത്ത പ്രാവശ്യത്തിനെ കുറിച്ച് കൂടുതൽ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഓർഡർ ഉണ്ട്. അപ്പോൾ ഇത് കുറ്റിക്കൊടി നമ്മൾ കൂടുതൽ ചെയ്യുന്നുണ്ട് അടുത്ത പ്രാവശ്യം. ഇതിപ്പോൾ കുറേ നാളായിട്ട് ഈ കൃഷി ചെയ്യാൻ തുടങ്ങിയതാണല്ലോ, കുരുമുളക് കൃഷി. അപ്പോൾ ഇതിൽ നിന്ന് പഠിച്ചൊരു പാഠം എന്തായിരുന്നു? ഏറ്റവും വലിയ ഒരു പരാജയമാകുമോ വിജയിക്കുമോ എന്നൊരു? ഇത് 100% വിജയിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒറ്റ വെറൈറ്റി മാത്രം ഫോക്കസ് ചെയ്ത് ഇതിനെങ്ങനെ കൊണ്ടുപോകും. നാളെ ഇതുവരെ പോയിട്ട് ഇതുവരെ വലിയ കുഴപ്പം വന്നിട്ടില്ല. സീസണൽ ആയിട്ടുള്ള മാറ്റങ്ങൾ എന്തെങ്കിലും വരുമോ? ഇല്ല, സീസൺ സാധാരണ നമ്മളിപ്പോൾ ജൂൺ മാസത്തിൽ മഴ പെയ്ത് കഴിയുമ്പോൾ തിരിയിട്ട് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വീട്ടിൽ നിൽപ്പുണ്ട്, തിരിയിട്ട് കാണിച്ചു തരാം. അത് നിറച്ച് കഴിഞ്ഞ വർഷം കൊണ്ടായിരുന്നു, ഈ വർഷം അതുപോലെ തിരിയുണ്ട്. പിന്നെ അത് ജൂൺ മാസത്തിൽ ഈ തിരിയിട്ട് കഴിഞ്ഞാൽ ഡിസംബർ ആകുമ്പോഴത്തെ അതിൻ്റെ മുളക് നമുക്ക് പറിച്ച് ഉണങ്ങാൻ പറ്റും. ജനുവരി ഒന്നും വേണ്ട, ഡിസംബർ ആകുമ്പോഴത്തേന് തന്നെ മൂക്കും മുളക് നമുക്ക് ഇവിടെ ചിലപ്പോൾ വയനാട് പോലെയുള്ളവർക്ക് ചിലപ്പോൾ ഇച്ചിരി കൂടെ മുന്നോട്ട് പോകാം. ഇത്രേ ഉള്ളൂ. ഈ കുറ്റി കുരുമുളക് എന്ന് പറയുന്നത് എല്ലാ ടൈമിലും കായ്ക്കും. അതെന്താണെന്ന് വെച്ചാൽ അതിന് നമുക്ക് മഴക്കാലത്ത് വേനൽക്കാലത്തും വെള്ളം ഒഴിച്ച് അതിന് പരിചരണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് അതിന് സീസണില്ല, ഓൾ സീസണാണ്, എപ്പോഴും കായ്ച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് തന്നെ കണ്ടോ, ഇപ്പോൾ ഇത് പഴുത്തു, ഇതിൻ്റെ ഇതുണ്ട്. ഇപ്പോൾ വേറെ പുതിയ തിരിയിട്ട് ഇപ്പോൾ ഇത് പറിച്ചു കഴിഞ്ഞാൽ വേഗം മൊത്തം ഇത് തിരി വരും. ഇതിനങ്ങനെ സമയമില്ല, ടൈമില്ല. ഇത് എപ്പോഴും വളരുന്ന അല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ മുളകില്ലല്ലോ, സാധാരണ ഇങ്ങനെ മുളക് ഉള്ള സമയമല്ലല്ലോ ഇത് കുറേ കിളി കൊത്തിക്കൊണ്ട് പോയി, എല്ലാം കുറേ കിളി കൊത്തിക്കൊണ്ട് പോയതായത്, ഇത് പറിക്കാറായത്. ഇതുകൊണ്ട് ഇതെല്ലാം നല്ല മുളകുണ്ടായിരുന്നു. ഇത് നമ്മുടെ സർപ്പൻ ലൈൻ മെത്തേഡാണിത്. ഇതിപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത് അത് മുറിച്ച് മാറ്റും. അതിൻ്റെ ചെറിയ തൈ ഉണ്ടോ, നമ്മളത് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതാ കട്ട് ചെയ്യുന്ന മോഡൽ. 3 മാസം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഇത് പറയാം. നമ്മളിപ്പോ ഇത് കട്ട് ചെയ്തല്ലോ അല്ലേ? ഇതിപ്പോ ഇങ്ങനെ മാറ്റി വെച്ചു. ഇനി ഒരു 3 മാസം കഴിഞ്ഞ് ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാൻ പാകത്തിലുള്ള ഒരു തൈ എന്ന് പറയുന്നത് നമുക്ക് ഈ തൈ ഇപ്പൊ എടുക്കാൻ പറ്റും. ഇതുണ്ട്, ഇതൊക്കെ നല്ല കരുത്തുള്ള തൈ. ഇതുണ്ടോ? കരുത്തായി. കരുത്തായി. ഇതുണ്ടോ? ഇത് നോക്കിയാൽ നല്ല കരുത്തായി. ഇതിപ്പോ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിപ്പോ ഈ കൂമ്പ് ഇവിടെ വരെ മൂത്തു, ഇനി ഇപ്പൊ അടുത്ത ഒരു ഏകദേശം ഇത്രം വരെ നീളും. അപ്പോൾ അതുകൊണ്ട് അന്നേരത്തെ ഇതുണ്ടോ, പുതിയ വേരൊക്കെ വരും. ഇതൊക്കെ മരത്തോട്ട് അങ്ങ് അട്ടക്കാല് പിടിക്കും. ഇത് അട്ടക്കാലം എന്ന് പറയും നമ്മളിവിടെ. ഈ വേരങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ
നല്ല ഈ വേര് താഴോട്ട് ഇറങ്ങും, മണ്ണിലോട്ട് ഇറങ്ങും ഇതിൻ്റെ ഈ വേര്. അപ്പോൾ അതുകൊണ്ട് കരുത്ത് കൂടുതൽ കിട്ടും. ഇതിപ്പോൾ ഒന്നും ആയിട്ടില്ല, ഇതിപ്പോൾ ഒരു 2 വർഷം പോലും ആയിട്ടില്ല. അതാ ഇത്. അതേസമയം 3-4 വർഷം കഴിയുമ്പോണ്ടല്ലോ വളരെ നന്നായിട്ട് കായ്ക്കും ഇത്. ഒരു സുഹൃത്ത് പുള്ളിക്ക് വീടിൻ്റെ സൈഡിൽ ഒരു 15 സെൻറ്റ് സ്ഥലമുണ്ട്. അത് ഫുള്ള് പുള്ളി ഈ കുറ്റിക്കുടിയാണ് മേടിച്ചിട്ടേക്കുന്നത്. കഴിഞ്ഞ വർഷം പുള്ളി 10 കോടിയുടെ മുളക് പറിച്ച് വേറെ സെപ്പറേറ്റ് തൂക്കി അത് ഉണക്കി 12 കിലോ പച്ചക്കുരുമുളക് ഉണ്ടായിരുന്നു. അത് ഉണക്കി 4,200 ഉണക്കി ഉണ്ടായിരുന്നു 10 അത് ആയിട്ടില്ല. അത് ഇനി പറഞ്ഞ് പുള്ളി അടുത്ത വർഷം ആകുമ്പോൾ ഇതിൻ്റെ കൂടുതലാവും. ഇത് കണ്ടിട്ട് തന്നെ അവിടെ ഒരു 10-15 പേര് നമ്മുടെ അടുത്ത് വന്നിട്ട് ഈ കുറ്റിക്കുടി വാങ്ങിയിട്ടുണ്ട്. കാരണം ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണമുണ്ട്. ആ ആ ആ ആ അതുകൊണ്ടോ അതിൻ്റെ കാത് നിൽക്കുന്നുണ്ടോ അടുത്ത്. ഇത് എത്ര വർഷമായതാ? അത് 2 വർഷമായിട്ടുള്ളൂ. ഈ ജൂൺ ആയപ്പോൾ 2 വർഷം പൂർത്തിയായി. അത് ഗ്രാഫ്റ്റ് ചെയ്ത് കൂടിയാണ്ട് അതുപോലെ വളർന്നത്. അത് പടർന്നു കയറുന്നുണ്ട്. നമ്മൾ ഇതാണ് ഇതാണ് നമ്മുടെ കുറ്റിക്കൊടിയ. ഇതിപ്പോൾ 2 വർഷമായിട്ടില്ല. ഇതിനെ ഗ്രാഫ്റ്റ് ചെയ്ത് നട്ടിട്ട് 2 വർഷം മൊത്തത്തിലായിട്ടില്ല. കഴിഞ്ഞ വർഷം ഇവിടെ നട്ടത്, ഇവിടെ നട്ടത്. അതിന് മുമ്പ് ഒരു 6 മാസം മുമ്പ്. അപ്പോൾ ഏകദേശം ഒരു 1.5 വർഷം കഷ്ടിയേ ഉള്ളൂ ഇതിൻ്റെ പ്രായം. അതുപോലെ ഈ ഇതിൽ കാണുന്നു PVC പൈപ്പിൽ കാണുന്നു. PVC പൈപ്പിലും വളർത്താൻ പറ്റും. PVC പൈപ്പ് വളർത്താൻ പറ്റും. ഇതിൻ്റെ ഇതുണ്ട്. ഇത് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ആദ്യമേ ഒന്ന് നട്ടായിരുന്നു, ഒരെണ്ണം മാത്രം. അതിങ്ങനെ ഇതുണ്ട്, പിടിച്ച് കയറുന്നുണ്ടോ, ഇതിന് അട്ടക്കാല് പിടിക്കുന്നുണ്ടോ, ഇതൊന്നും കെട്ടിയിട്ടുമില്ല, ഒന്നുമില്ല, വെറുതെ കയറുന്നു. അത് കണ്ടുകൊണ്ട് ഞാൻ ഇന്നലെ 2 കോടി കൊണ്ട് നട്ടായിരുന്നു ഈ വീട്ടിൽ, 2 എണ്ണം കൊണ്ട് നട്ടു. ഇത് നോക്കി കാണണമെങ്കിൽ ഇതുണ്ടോ, ഇത് ഒരു കാരണവശാലും ഇത് പിടിച്ച് കയറിയാൽ പോകില്ല. ഇത് നന്നായി ഇത് വെച്ച് കെട്ടുമൊന്നും വേണ്ട. ഇത് തന്നെ ഉദാഹരണമല്ല. ഇതുണ്ടോ, ഇത് പിടിച്ച് നോക്കി. PVC പൈപ്പിലും വളർത്താൻ ഇത് പിടിച്ച് കയറും ധൈര്യമായിട്ട്. PVC പൈപ്പൊക്കെ വളർത്താൻ പറ്റില്ല. ഇത് ഏറ്റവും വലിയ ഉദാഹരണമായത്. ഇനി ഇതിൻ്റെ മുകളിൽ കപ്ലിംഗ് ഇട്ടിട്ട് വേറെ പൈപ്പ് കൊടുക്കും. സാധാ പൈപ്പ്, 4-5 പൈപ്പ്. ഇത് നമ്മൾ സാമ്പിൾ നോക്കിയത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി കൊടിയായത്. കഴിഞ്ഞ ജൂൺ മാസം നട്ടാ, ഈ റബ്ബർ മുറിച്ചതിന് ശേഷം നട്ടായത്. ഇത് കണ്ടോ, ഇത് കുറേ തിരിയുണ്ടായി, ഞാൻ പറിച്ചു കളഞ്ഞ ഇത്. ഇത് 2 കൊല്ലം കഴിയണം. 2-3 കൊല്ലം ആയി കഴിഞ്ഞാൽ അല്ല, ശരിക്കും ഇതിന്റെ മദർ പ്ലാന്റിന്റെ സ്വഭാവം കിട്ടണമെങ്കിൽ 3 വർഷം കൂടെ കിട്ടുള്ളൂ. ഇതാ ഈ 1 വർഷമായി ഇത് തെങ്ങയിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഇല്ലായിരുന്നു തേങ്ങ ഇടാൻ വേണ്ടി വന്നപ്പോൾ. അത് ആ കൈമറിട്ട് കയറി കുറേ അതും കളഞ്ഞു. ഇത് ചോടി തേങ്ങയൊക്കെ വീണ് കളിച്ചു, അതും കിടക്കുന്നുണ്ട്. പക്ഷെ ഇനി ഞാൻ തെങ്ങ കയറ്റിയല്ല. ഇങ്ങനെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇത് ഈ മദർ പ്ലാന്റിന്റെ വളം മാത്രമേ ഇത് വലിക്കുന്നുള്ളൂ. അതേസമയം ഇത് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ 2-3 ഇല കളഞ്ഞിട്ട് ഇത് ഇവിടെ ചെറിയ ഒരു കുഴി കുത്തിയിട്ട് ഇങ്ങനെ വളച്ച് ചരിച്ച് വിട്ട് കഴിഞ്ഞാൽ ഇത് സ്വന്തമായിട്ട് ഇത് വളം വലിച്ച് ഇതിന് വേറുണ്ടായിട്ട് വളം വലിച്ച് വരും. അപ്പോൾ ഇതുമായിട്ട് ബന്ധം വരുന്നില്ല. ഒരു വർഷം കഴിയുമ്പോൾ ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതും വളർന്ന് കയറിക്കോളും. മൊത്തത്തിൽ നല്ല കായവരം കിട്ടും. എല്ലാവരും ഇങ്ങനെ ചെയ്യല്, ഇങ്ങനെ ചെയ്ത് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ സർപ്പന്റെ മെത്തേഡ് പോലെ തന്നെ ചെയ്താൽ മതി. അത് തന്നെ, അതിങ്ങനെ ചെയ്യിച്ചാൽ മതി. ഈ തിപ്പിലേന്ന് വേറെ ഇറങ്ങുന്നതുകൊണ്ട് ഇത്രയും ഈ മോളിൽ നിന്ന് വരെ ഇത്രയും ഇങ്ങനെ താഴോട്ട് വേറെ ഇറങ്ങുന്നു. ഈ ചോട് ഫുള്ള് വേറെ. ഇതുണ്ടോ, ഇത് ഇങ്ങോട്ട് കാണണമെങ്കിൽ ഇതുണ്ട്, കാണണമെങ്കിൽ വളർച്ചയായി ഇതുണ്ടോ, ഇത് ഫുള്ള് വേറെ. ഇത് മുഴുവൻ പേരാ. ഇത് ഈ മണ്ണിലോട്ട് ഇറങ്ങും. ഇതുണ്ടോ, ഈ മണ്ണിലത്തെ പേര് കണ്ടോ. ഇത് മൊത്തം 3 വന്നിട്ട്. പക്ഷെ 2 ഇട്ടാൽ മതി. ഇതുകൊണ്ട് ഇതിനെ പിടുത്തം കണ്ടോ, പിടിച്ച് ചേട്ടനൊന്ന് പിടിച്ചു നോക്കിയാൽ. ഇതിന്റെ പവർ കണ്ടോ. അത് 2 വർഷം ആയതേ ഉള്ളൂ. ഇത് ആ തെങ്ങ കയറിയപ്പോഴാണ് അതിൻ്റെ കുറച്ച് ഞാൻ പറഞ്ഞ് നടന്നു പോയെന്ന് പറഞ്ഞില്ലേ. ഇത് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇതുണ്ട്, ഇത്ര മുളകുണ്ട്. ഇത് ആദ്യം ഞാൻ കുറച്ച് തിരി പറിച്ച് കളഞ്ഞായിരുന്നു. അപ്പോൾ ഈ പറിച്ച് നനയ്ക്കൊന്നുമില്ല. ഈ പ്രാവശ്യം 2-3 പ്രാവശ്യം നനച്ചത് മാത്രമേ ഉള്ളൂ. സ്ഥിരമായിട്ടൊന്നും നനയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനോട് ഇത്രയും തിരിയുണ്ട് ഇപ്പോൾ തന്നെ. ഇത് ധൃതപാട്ടം വളരെ കുറവുണ്ട് ഇതിന്. പക്ഷെ ധൃതപാട്ടം വരികയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിന് മരുന്ന് അടിച്ചിട്ടൊന്നുമില്ല ഇതുവരെ. പക്ഷെ മരുന്ന് അടിക്കുന്നതല്ല. ഇതിപ്പോൾ 2 വർഷം ഈ ചപ്പ് ഇതുപോലെ ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി വളം കൂടെ ഒക്കെ ഇട്ട് മൂടി കഴിഞ്ഞാൽ പിന്നെ ഇതിന് വേറൊന്നും പറയുന്നില്ല. അടിവളം നമ്മൾ എല്ലുപൊടിയും ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പയ്യാന് വെക്കുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഞാൻ മുഴുവൻ ഈ റബ്ബറായിരുന്നു, ഇതുപോലത്തെ റബ്ബറായിരുന്നു. അത് ഹിറ്റാച്ചിക്ക് മൊത്തം കളിച്ച് ഇളക്കി പൂട്ടി ഇതിന്റെ വേരെല്ലാം പെറുക്കി കഴിഞ്ഞിട്ടാണ് ഇത് നമ്മൾ ചെയ്തത്. രണ്ടടി ഇല്ല.
4 ഒറ്റടി ഇല്ല ആ. 7 അടിയേ ഉള്ളൂ. ഇത് കോന്തി കഴിഞ്ഞാൽ ഇത് കവുങ്ങ് പോലെ നിൽക്കും ഇത്.